ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഫൈനൈറ്റ് ഫീൽഡുകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ഫീൽഡുകളുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഒരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എഫ് ഇസ് എ ഫീൽഡ് if f is a field of prime characteristic p അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് എന്ന് പറയുന്നത് പി ആണ്. ആൻഡ് പിന്നെ ഒരു കാര്യം പറയുന്നത് algebraic closure of f is denoted by f closure. Then x raised to p raised to n minus x എന്ന് പറയുന്ന പോളിനോമിയലിനെ ഹാസ് p raised to n ഡിസ്റ്റിങ്ക്റ്റ്, അതാണ് നോക്കാനുള്ളത്, ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഇൻ എഫ് ക്ലോഷർ അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ്. എഫ് ഒരു ഫീൽഡാണ്, ഇത് എഫ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ്. എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിലൊരു എലമെൻ്റാണ്. എഫ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണ് അല്ലേ. ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? പി റേസ് ടു എൻ സീറോസ് ഉണ്ടാവും. പി റേസ് ടു എൻ സീറോസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ സീറോസ് എല്ലാം എവിടെ കിടക്കുക? ഇതിൻ്റെ ക്ലോഷറിലാണ് കിടക്കുക അല്ലേ. എഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? An algebraic closure of a field means it is an algebraic extension which is algebraically closed. അപ്പോൾ ഇതിലെ സീറോസ് എല്ലാം എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽ എടുക്കുമ്പോൾ അതിൻ്റെ സീറോസ് എല്ലാം വരുന്നത് എഫ് ക്ലോഷറിലാണ്. അപ്പോൾ പി റേസ് ടു എൻ സീറോസ് ഉണ്ടെന്നറിയാം, പക്ഷേ അതെല്ലാം എന്താണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം പോളിനോമിയൽ, ഇപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അല്ലേ. ഇതിന് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് രണ്ട് സീറോസ് ഉണ്ടാവും അറിയാം. പക്ഷെ ഇവിടെ രണ്ട് സീറോയും എന്താണ്? മൾട്ടിപ്ലിസിറ്റി 2 ആയിട്ട് വരുന്ന അല്ലേ സീറോ ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സീറോ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് അവിടെ വരുന്നത്. ഇവിടെ പറയുന്നത് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നതിന് പി റേസ് ടു എൻ സീറോസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് എ പ്രൈം പി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുള്ള പോളിനോമിയലിന് പേര് കൊടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി റേസ് ടു എൻ -1 പുറത്തോട്ട് എടുത്തു എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0, ഒരു സീറോ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം അല്ലേ. 0 എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിന്റെ സീറോയിന്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്നറിയാം? 1 ആണെന്നറിയാം അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ആണ് മൾട്ടിപ്ലിസിറ്റി അല്ലേ. അപ്പോൾ 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണ്, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ് അല്ലേ. ഈ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീറോസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് കാണിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി ഏത് സീറോ എടുത്താലും അതിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നോക്കൂ, 0 എന്ന് പറയുന്ന സീറോന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പോൾ ഒരു നോൺ സീറോ റൂട്ട് എടുത്തു കഴിഞ്ഞാലോ, ആൽഫ എന്ന് പറയുന്ന നോൺ സീറോ റൂട്ട് ഈ പോളിനോമിയലിൽ കൺസിഡർ ചെയ്താലോ, അപ്പോൾ ആൽഫ റൂട്ട് ആയതുകൊണ്ട് എഫ് ഓഫ് ആൽഫ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ വരിക? ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു പി റേസ് ടു എൻ -1 ഈക്വൽ ടു 0 അല്ലേ. ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആരാ 0 ആയിട്ട് വരുന്നത്? ആൽഫ റേസ് ടു പി റേസ് ടു എൻ -1 ഈക്വൽ ടു 0. അപ്പം ഞാനതിനെ അങ്ങോട്ട് കൊണ്ടുപോയി, 1നെ അങ്ങോട്ട് കൊണ്ടുപോയി. കിട്ടിയോ? അപ്പോൾ ഇതൊരു റിസൾട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ല, 1 ആണല്ലോ അല്ലേ. അപ്പോൾ ഒരു നോൺ സീറോ ആർബിട്രറിലി ഒരു നോൺ സീറോ റൂട്ട്
ആരുടെ എടുത്തു? എഫ് ഓഫ് എക്സിൻ്റെ എടുത്തു. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. കിട്ടിയോ? അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇവിടെ എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതി രണ്ടാളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? എക്സ് ഇൻറ്റു ഇയാൾക്ക് വേണമെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ആള് എഫ് ഓഫ് എക്സിൻ്റെ 0 ആണ് അല്ലേ? നമ്മളെടുത്തു. അപ്പോൾ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാക്ടർ തിയറം പ്രകാരം എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ എടുത്തില്ലേയും ഇവിടെ എടുത്തില്ലേയും കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു 0 ആണ് ആൽഫ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എക്സ് മൈനസ് ആൽഫ ഇസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് അവർ എഫ് ഓഫ് എക്സ് ഇൻ ദി ഫോം f of x is equal to that factor into some g of x, where g of x is a polynomial in capital letter f of x. So here f of alpha equal to 0 implies, നോക്കൂ അല്ലേ, ഇത് ഈക്വൽ ടു 0 എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഇത്. ഇനി നമ്മളപ്പോൾ നോക്കൂ, ആൽഫയുടെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ, ഇനി എന്ത് ചെയ്താൽ മതി? ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി അല്ലേ? ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ എന്താ അതിൻ്റെ ഗുണം? എന്താ? ആൽഫ ഇസ് നോട്ട് എ 0 ഓഫ് ജി ഓഫ് എക്സ്. സോ ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഇസ് 1. ഓക്കെ, സോ അപ്പോൾ 0 റൂട്ടുകളുടെ കേസിൽ 0 റൂട്ടിൻ്റെ കേസിൽ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് തെളിയിച്ചു, 1 ആണെന്നറിയാം. ഇനി അത് ഇത് പ്രകാരം നോൺ 0 റൂട്ടുകളുടെ കേസിൽ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്നാണ് തെളിയിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നോക്കൂ, അപ്പോൾ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് ആൽഫ ചെയ്യുക. അതാണല്ലോ നിങ്ങളുടെ ജി ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സിൻ്റെ കാര്യമാണല്ലോ നമ്മൾ ജി ഓഫ് ആൽഫ 0 ആണോ നോൺ 0 ആണോ എന്നാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാലോ. എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരിക? എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് ആൽഫ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടിയോ? അപ്പോൾ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഞാനിവിടെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് അതിനെ അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സിന് എന്ത് ചെയ്യാം? എക്സ് ഇൻറ്റു സം, ഇവിടെ ഏതൊക്കെ എടുത്തു കഴിഞ്ഞു? ഇതിന് സം എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് അല്ലേ? ഇവിടെ എന്തെടുക്കാം? നമുക്ക് ജി ഓഫ് എക്സ് തന്നെ ഇവിടെ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിത് സം എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. എഫ് ജി എച്ച് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ? എഫ് ഓഫ് ആൽഫ 0 ആണ്, ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്, ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആൽഫ റേസ് ടു പി റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് അല്ലേ ഇതല്ലേ 0 ആയിട്ട് കിട്ടുക? ആൽഫ റേസ് ടു പി റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 0. പറഞ്ഞ് മനസ്സിലായോ? ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ റേസ് ടു പി റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 0. ഇതെന്ന് പറഞ്ഞാൽ ആരാ? എച്ച് ഓഫ് ആൽഫയാണ്. എച്ച് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? എച്ച് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈ എടുത്തതിന് പകരം നമുക്ക് എന്തെടുത്താൽ മതി? ഇതെടുത്താലും ഇത് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എച്ച് ഓഫ് ആൽഫ 0 എന്ന് കിട്ടി. എച്ച് ഓഫ് ആൽഫ 0 ആയതുകൊണ്ട് നമ്മുടെ എച്ച് ഓഫ് എക്സ് ആരാന്ന് ആലോചിക്കട്ടാ. എച്ച് ഓഫ് ആൽഫ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആൽഫ ഈസ് എ ഫാക്ടർ ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയാം. സോ വി ക്യാൻ റൈറ്റ് എച്ച് ഓഫ് എക്സ് ആസ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു വേണമെങ്കിൽ ഇവിടെ ജി ഓഫ് എക്സ് എടുക്കാം. ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തു, എഫ് ഓഫ് എക്സ് എടുത്തു, കിട്ടിയോ? എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് ചെയ്തു? ഇതാ എക്സ് ഇങ്ങനെ എഴുതി, എഫ് ഓഫ് ആൽഫ 0 എന്നാണ്. അപ്പോൾ ആൽഫ ഇൻറ്റു ദിസ് ഈക്വൽ ടു 0 കിട്ടും. ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത്. സോ എച്ച് ഓഫ് ആൽഫ ഈക്വൽ ടു 0.
എച്ച് ഓഫ് ആൽഫ 0 ആണെങ്കിൽ ആൽഫ ഇസ് എ ഫാക്ടർ ഓഫ് എച്ച് ഓഫ് എക്സ് ആരാന്നറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ ഇസ് എ സീറോ ഓഫ് എച്ച് ഓഫ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് എച്ച് ഓഫ് എക്സ് ആസ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു സം ജി ഓഫ് എക്സ് എന്ന് എഴുതാം. Okay, so what is your g of x here? H of x divided by x minus alpha is equal to g of x. അല്ലേ? എച്ച് ഓഫ് ആൽഫ 0 ആണ് അല്ലെ? നമുക്ക് എഫിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിലും എഫ് ഇപ്പം ആരുടേതായിട്ട് മാറി? എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിട്ട് മാറി അല്ലേ? അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി 1 ആയിട്ട് വരുന്ന എഫിന്റെ 0 ആണെന്ന് തെളിയിക്കാൻ എന്ത് തെളിയിച്ചാൽ മതി? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എച്ച് ഓഫ് ആൽഫ 0 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? എച്ച് ഓഫ് ആൽഫ 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? എച്ച് ഓഫ് എക്സിന് ഇപ്പം നമ്മൾ എങ്ങനെ എഴുതി? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതി. ഇനി ആൽഫ എന്ന് പറയുന്നത് ഈ ജി ഓഫ് എക്സിന്റെ 0 അല്ല എന്ന് കാണിച്ചാൽ മതി. അതായത് ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് തെളിയിച്ചാൽ മതി. മൾട്ടിപ്ലിസിറ്റി 1 ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എച്ച് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് ആൽഫ. എച്ച് ഓഫ് എക്സ് ആരാ? എക്സ് റേസ് ടു പി റേസ് ടു എൻ അല്ലേ? എക്സ് മൈനസ് ആൽഫ. അപ്പം എന്താ വരുന്നത് ഇവിടെ? എക്സ് റേസ് ടു ബൈ എക്സ് റേസ് ടു പി റേസ് ടു എൻ -2 അല്ലേ? എക്സ് റേസ് ടു പി റേസ് ടു, അപ്പോൾ ഇത് എക്സ് റേസ് ടു പി റേസ് ടു എൻ -1 കിട്ടിയല്ലോ. പിന്നെ എന്ത് വരും ഇവിടെ? പിന്നെ ബാക്കിയൊക്കെ 0 പോയിട്ട് ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേം ആണ് -1 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? അടുത്ത ആൾ എന്താ വരിക? ആൽഫ മൈനസ് ആൽഫ അല്ലേ? മൈനസ് ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ -2 അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും അല്ലേ? ഇനി വീണ്ടും ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ -1 അല്ലേ? അടുത്ത് ചെയ്യുമ്പോൾ എന്താ വരിക? ആൽഫ സ്ക്വയർ എക്സ് റേസ് ടു പി റേസ് ടു എൻ -2. ലാസ്റ്റ് ടൈം എന്താ വരിക? ഇതിങ്ങനെ ചെയ്ത് പോവാ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം എന്താ വരിക? ആൽഫ റേസ് ടു പി റേസ് ടു എൻ -2 കിട്ടിയോ? അപ്പോൾ എന്ത് വന്നു? ജി ഓഫ് എക്സ് എന്താ കിട്ടിയത്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു പി റേസ് ടു എൻ -2 പ്ലസ് ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ -1 പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് റേസ് ടു പി റേസ് ടു എൻ -2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ. കിട്ടിയില്ലേ? അപ്പോൾ ഇതിനകത്ത് ജി ഓഫ് ആൽഫ എന്താ വരിക? ജി ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ റേസ് ടു പി റേസ് ടു എൻ -2 പ്ലസ് ഇതെല്ലാം ആൽഫ എല്ലാം പി റേസ് ടു എൻ -2. അപ്പോൾ എത്ര ടേം ഉണ്ട് ഇതിനകത്ത്? ആൽഫ റേസ് ടു പി റേസ് ടു എൻ -2 എത്ര ടേം ഉണ്ട്? ഇവിടെ എക്സിന്റെ പവർ നോക്കിയാൽ മതി. പി റേസ് ടു എൻ -2 ടു എക്സ് റേസ് ടു 0, അതായത് 0 ടു പി റേസ് ടു എൻ -2 വരെ പോകുന്നു അല്ലേ? അപ്പോൾ എത്ര ടേം ഉണ്ടാവും? പി റേസ് ടു എൻ -1 ടേംസ് അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ പി റേസ് ടു എൻ -2 ആണ്. പി റേസ് ടു എൻ എത്ര ടേംസ് ഉണ്ട്? പി റേസ് ടു എൻ -1 ടേംസ് അല്ലേ? അതായത് എക്സ് റേസ് ടു 0 അല്ലേ ലാസ്റ്റ് ടേം വരുന്നത്? 0 ടു പി റേസ് ടു എൻ -2 എന്ന് പറയുമ്പോൾ എത്ര ടേം ആയി? 0 ടു പി റേസ് ടു എൻ -2 എന്ന് പറയുമ്പോൾ പി റേസ് ടു എൻ -1 അല്ലേ? അത്രയും അല്ലേ പ്രാവശ്യം നമ്മൾ ആൽഫ റേസ് ടു പി റേസ് ടു എൻ -2 സം ചെയ്തു. കിട്ടിയോ? ഇനി നമുക്ക് ഈ ആൽഫ റേസ് ടു പി റേസ് ടു എൻ -2 എങ്ങനെ എഴുതാം? സം ആൽഫ റേസ് ടു പി റേസ് ടു എൻ -1 ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിലൊരു റിസൾട്ട് ഉണ്ട്. ഇതാ ആൽഫ റേസ് ടു റിസൾട്ട് അല്ല, നമ്മൾ ഡിറൈവ് ചെയ്ത കണ്ടീഷനാണ്. ആൽഫ റേസ് ടു പി റേസ് ടു എൻ -1 ഈക്വൽ ടു 1 എന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ? ദിസ് ഇസ് ഈക്വൽ ടു പി റേസ് ടു എൻ -1 ഇൻറ്റു 1 ബൈ ആൽഫ. സോ ദിസ് ഇസ് ഈക്വൽ ടു പി റേസ് ടു എൻ ബൈ ആൽഫ -1 ബൈ
ആൽഫ. ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ വരുന്നതിൽ പി റേസ് ടു എൻ ബൈ ആൽഫ അല്ലേ ഇൻറ്റു -1 ബൈ ആൽഫ. പി റേസ് ടു എൻ ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. അപ്പോൾ പി ഇൻറ്റു ഫീൽഡിൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന് പി ഇൻറ്റു പി റേസ് ടു എൻ -1 എഴുതാലോ. അപ്പോൾ ഈ എലമെന്റ് എന്തായിട്ട് മാറും, ഇത് 0 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, -1 ബൈ ആൽഫ ഉള്ളൂ. ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്, -1 ബൈ ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി, ജി ഓഫ് ആൽഫ എന്ന് പറയുന്ന ആള് നോട്ട് ഈക്വൽ ടു 0. സോ ആൽഫ ഇസ് നോട്ട് എ 0 ഓഫ് ജി ഓഫ് എക്സ്. സോ the multiplicity of alpha as a 0 of h of x is equal to 1. So since our f of x is equal to x into h of x, as a 0 of f of x, the multiplicity of alpha is equal to 1. So we can conclude that every zeros of x raised to p raised to n minus x has multiplicity 1. That means the zeros are all distinct. ഓക്കെ, വളരെ നല്ലൊരു റിസൾട്ടാണ്. ഇനി അടുത്ത ഒരു നമുക്ക് കൂടുതൽ തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ പറയണ പോലെ തന്നെ എഫ് ഇസ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി. ദെൻ ഫോർ ഈച്ച് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ് ആൻഡ് ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ എൻ. കിട്ടിയോ? Alpha beta belongs to F. F is a field of characteristic P. Then for each positive integer n, എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. ആൽഫ റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു എൻ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. അല്ല എൻ അല്ല, ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു പി വന്നില്ലല്ലോ ഇവിടെ. എൻ അല്ല കേട്ടോ, പി റേസ് ടു എൻ. ക്യാരക്ടറിസ്റ്റിക് പി എന്ന് പറഞ്ഞ് പിയുടെ ഒരു ഇതേ പറഞ്ഞിട്ടില്ല. ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ. അപ്പോൾ എഫ് ഇസ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി. ദെൻ ഫോർ ഈച്ച് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ് ആൻഡ് ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻറ്റിജർ എൻ, ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ തോന്നുന്നത് എന്താണ്, ഇൻഡക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുക, n is equal to 1-ന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ n is equal to 1 എടുക്കുമ്പോൾ എന്താ വരുന്നത്, ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലേ. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, a പ്ലസ് ബി ഹോൾ റേസ് ടു, അതൊക്കെ അറിയാം നമുക്ക്. ആൽഫ റേസ് ടു പി പ്ലസ് പി സി 1, alpha raised to p minus 1 beta plus etc plus beta raised to p അല്ലേ. അപ്പോൾ ഈ ഇടയിൽ വരുന്ന ആളുകളുടെ എല്ലാം കോഎഫിഷ്യന്റിൽ പി ഇൻറ്റു ഇത് പി സി എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ എല്ലാത്തിലും പി ഇൻറ്റു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇടയിൽ വരുന്ന ഫസ്റ്റും ലാസ്റ്റും ഒഴികെ ബാക്കി എല്ലാ ടേമുകളും പി ഇൻറ്റു സംതിങ് എന്നാണ് വരുന്നത്. നമ്മളുടെ ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, പി ആണ്. അപ്പോൾ പി ഇൻറ്റു സംതിങ് എന്ന് വന്ന പി ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞാൽ ഫീൽഡിലെ എലമെന്റ്സുകളുടെ കോമ്പിനേഷൻ അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ആ എലമെന്റുകളെല്ലാം ആ ടേമുകളെല്ലാം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ അപ്പോൾ എന്താ വന്നത്, n is equal to 1-ന് പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി എന്ത് ചെയ്യും, n-1-ന് ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്യും അല്ലേ. ഇനി എന്ത് ചെയ്യണം, n-ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യും n-ന് ട്രൂ ആണെന്ന്? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു പി റേസ് ടു എൻ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ. നമ്മൾ ആർക്ക് ട്രൂ ആണെന്നാണ് സപ്പോസ് ചെയ്ത് n-. അപ്പോൾ പി റേസ് ടു n-1 ഹോൾ റേസ് ടു പി അല്ലേ. ഇത് പറയുമ്പോൾ n-1 പ്ലസ് 1. അപ്പോൾ നോക്കൂ, n-1-ന് ട്രൂ ആണെന്ന്
സപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്താ വരിക ആൽഫ റേസ് ടു പി റേസ് ടു n-1 പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n-1 പി അല്ലേ. എഗെയിൻ നമുക്ക് എന്താ ആൽഫയും ബീറ്റയും ഇതായിട്ട് എടുക്കുക അല്ലേ. n=1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫയും ബീറ്റയും ഇതാണെന്ന് എടുക്കുക. അപ്പോൾ എന്ത് വരും? ആൽഫ റേസ് ടു പി റേസ് ടു n-1 ഹോൾ റേസ് ടു അല്ല ഇവിടെ n=1 ഇതാ ആൽഫ റേസ് ടു പി പ്ലസ് ബീറ്റയ്ക്ക് പകരം ബീറ്റ റേസ് ടു പി റേസ് ടു n-1 അല്ലേ. അപ്പോൾ എന്ത് വരും? ഇൻറ്റു അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ n-1 പ്ലസ് 1 എന്താ വരുന്നത്? ആൽഫ റേസ് ടു പി റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n. കിട്ടിയോ? വളരെ രസകരമായിട്ടുള്ളതും നമുക്കിനി ഫർദർ അപ്ലിക്കേഷൻസ് വരുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ടാണിത്.